നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുമ്പോൾ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല, അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെയും ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് നൽകിയിരിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഹൂതികൾ അവസരം കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഹൂതികൾ കടലിലെ അപകടകാരികൾ തന്നെയാണ്. ഇറാനാണ് ഇവർക്ക് ആവശ്യമുള്ള സകല ആയുധങ്ങളും നൽകി വരുന്നത്. പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുതന്നെയാണ് അമേരിക്കയുടെ ചങ്കിടിപ്പും വർദ്ധിപ്പിക്കുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ 72 മണിക്കൂറിനിടെ 4ാം തവണ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ USS ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു. ഹൂതി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്നാണ് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി അന്ന് വ്യക്തമാക്കിയത്. ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്തു നിൽക്കുന്നത്. ഒരു നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത്, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടി മാത്രമല്ല, ഹൂതികളുടെ തിരിച്ചടിയും കൂടി ഇനി അമേരിക്കൻ സൈന്യം നേരിടേണ്ടി വരുമെന്നത് വ്യക്തം. ഹൂതികൾ ഇപ്പോൾ ഇറക്കിയ ഒരു ചെറിയ വീഡിയോയിൽ മുമ്പ് അവർ ആക്രമിച്ചു കടലിൽ മുക്കിയ ഒരു കപ്പലിന് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്ക് ഒപ്പം ഉടൻ എന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട്. ചെങ്കടലിൽ ഇതുവരെ 100-ലധികം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അമേരിക്കൻ സൈന്യത്തിനുള്ളതാണ്. ഇറാനിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ രാജ്യത്തിന്റെ സായുധ സേനയുടെ വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 1000 പുതിയ തന്ത്രപരമായ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഇറാനിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസി തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സൈനിക നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേർഷ്യൻ ഗൾഫിലേക്ക് നാവിക കപ്പലുകളുടെ വലിയ അർമാഡ അയക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഉണ്ടായത്. അമേരിക്കയിൽ നിന്നുള്ള ഏതൊരു സൈനിക നടപടിയും യുദ്ധത്തിന്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുക എന്ന് അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിരതയ്ക്ക് യഥാർത്ഥ വഴിയെന്ന് ഇറാൻ കാണുന്നത് ശക്തമായ പ്രതിരോധവും സമത്വപരമായ നയതന്ത്രവുമാണ്. ഇതിനായി ഇറാൻ സമഗ്രമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇറാന്റെ കപ്പൽവേധ ആയുധ ശേഖരത്തിലെ ഏറ്റവും കരുത്തനായ സാന്നിധ്യമാണ് ഖാലിജ് ഫാർസ അഥവാ പേർഷ്യൻ ഗൾഫ് മിസൈൽ. 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരു ശരാശരി ആയുധമല്ല. മാർക്ക് 3 മുതൽ മാർക്ക് 4 വരെയുള്ള സൂപ്പർസോണിക് വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞെടുക്കുന്ന ഈ മിസൈലിനെ തടയുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അസാധ്യവും കൂടിയാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ 650 കിലോഗ്രാം ഭാരമുള്ള മാരകമായ വാർഹെഡാണ് വഹിക്കുന്നത്. അതായത്, ഇതിന്റെ ഒരു പ്രഹരമേറ്റാൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ പോലും കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകാൻ അധിക സമയം വേണ്ടിവരില്ല. അമേരിക്കൻ അഹന്തയ്ക്ക് ആകാശത്തുനിന്ന് ഇറാൻ നൽകുന്ന കനത്ത മറുപടി കൂടിയാകും ഇത്. കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിസ്മയം തന്നെയാണ് സോൾഫാഗർ ബാസിർ. 700 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇരയെപ്പോലും കൃത്യതയോടെ കണ്ടെത്താൻ ഇതിന് സാധിക്കും. ഒപ്റ്റിക്കൽ സീക്കർ ഹെഡ് ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കാൻ ഈ ബാലിസ്റ്റിക് മിസൈലിന് പ്രത്യേക കഴിവുണ്ട്. അമേരിക്കൻ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിധം മൊബൈൽ ലോഞ്ച് സിസ്റ്റത്തിലൂടെ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് തൊടുത്തുവിടാം. ശത്രു ഒരു മിസൈൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടത്തുനിന്നല്ല, മറിച്ച് അവർ ചിന്തിക്കാത്ത കോണുകളിൽ നിന്നാകും സോൾഫാഗർ ബാസിർ അതിന്റെ സംഹാരതാണ്ഡവം ആരംഭിക്കുന്നത്. പേർഷ്യൻ കടലിടുക്കിന് അപ്പുറത്തേക്ക് പോയി ശത്രുവിനെ തകർക്കണമെങ്കിൽ ഇറാൻ പ്രയോഗിക്കുന്നത് അബു മഹ്ദി എന്ന ക്രൂയിസ് മിസൈലിനെയാണ്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. സമുദ്രോപരിതലത്തിന് തൊട്ടുമുകളിലൂടെ റഡാർ തരംഗങ്ങൾക്ക് താഴെയായി ഒളിഞ്ഞു പറക്കുന്ന ഈ മിസൈൽ ശത്രുവിന്റെ കപ്പലിന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുക. വിമാനവാഹിനി കപ്പലുകളെ പോലും വിറപ്പിക്കുന്ന ഈ കരുത്ത് ഇറാന് ഹോർമുസ് കടലിടുക്കിന് പുറത്തും വ്യക്തമായ മേധാവിത്വം നൽകുന്നു. ഇറാന്റെ തീരദേശ പ്രതിരോധത്തിന്റെ നട്ടെല്ല് നൂർ, ഖാദർ എന്നീ മിസൈലുകളാണ്. യഥാക്രമം 120 കിലോമീറ്ററും 300 കിലോമീറ്ററും ദൂരപരിധിയുള്ള ഇവ ട്രക്കുകളിലോ ചെറിയ നാവിക കപ്പലുകളിലോ വിന്യസിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായത് ഇറാന്റെ സ്വോം അറ്റാക്ക് തന്ത്രമാണ്. പുതിയ ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഹ്രസ്വദൂര മിസൈലുകൾ ഘടിപ്പിച്ച് ഒരേ സമയം 100 കണക്കിന് ദിശകളിൽ നിന്ന്
വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന രീതിയാണ് ഇത്. ഒരു കൂറ്റൻ ആനയെ ഈച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ അമേരിക്കൻ വിമാനവാഹിനികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന്റെ ഈ കുഞ്ഞൻ ബോട്ടുകൾക്ക് സാധിക്കും. പണം വാരിയെറിഞ്ഞുണ്ടാക്കിയ അമേരിക്കൻ സാങ്കേതിക വിദ്യകൾക്ക് മുന്നിൽ ഇറാന്റെ ഈ വേഗതയും ആത്മസമർപ്പണവും ഒരുപക്ഷെ വലിയൊരു വെല്ലുവിളി തന്നെ ആയേക്കാം. അമേരിക്കൻ സൈനികർ സുരക്ഷിതമായ കവചങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാനിയൻ നാവികർ മരണത്തെ മുഖാമുഖം കാണാൻ തയ്യാറുള്ളവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭൗതികശാസ്ത്രവും യുദ്ധതന്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇറാൻ ഒരുക്കിയിരിക്കുന്ന ഈ ആയുധശേഖരം കേവലം പ്രദർശനത്തിന് മാത്രമുള്ളതല്ല. ഖാലിജ് ഫാഴ്സ് പോലെയുള്ള മിസൈലുകൾ കപ്പലുകളുടെ ഹള്ളുകൾ തുളച്ചുകയറാൻ ഉയർന്ന ഗതികോർജം ഉപയോഗിക്കുമ്പോൾ ഖാദർ പോലുള്ളവ ചക്രവാളത്തിന് താഴെ മറിഞ്ഞുനിന്ന് സാങ്കേതിക വിദ്യ കൊണ്ട് ശത്രുവിനെ ഞെട്ടിക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ കോണും ഈ മിസൈൽ ലോഞ്ചറുകളുടെ കാവലിലുമാണ്. അമേരിക്ക വമ്പൻ ആയുധങ്ങൾ നിരത്തുമ്പോൾ എത്രയൊക്കെ വെട്ടിവീഴ്ത്തിയാലും വീണ്ടും കിളിർക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെ യുദ്ധത്തെ സമീപിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇരുകൂട്ടരും ഇഞ്ചോടിഞ്ച് നേരിടുമ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.